ഇതാരാണ്? ആരൊക്കെയാണ്? എൻ്റെ പേര് സായി മാധവ്. എൻ്റെ പേര് സജിൻ ദാസ്. ഞങ്ങൾ രണ്ടുപേരും BSS ഗുരുകുലം ആലത്തൂർ പാലക്കാട് സ്കൂളിൽ നിന്നാണ്. എൻ്റെ ഐറ്റം കഥാരചന മലയാളം. തുടർച്ചയായ 3-ാം വർഷമാണ് സ്റ്റേറ്റിലെ എ ഗ്രേഡ് വാങ്ങിക്കുന്നത്. മൈ ഗോഡ്, 3 വർഷം അടുപ്പിച്ച് എ ഗ്രേഡ് കിട്ടി. ഇപ്പോ +2 ആണോ? +2ലാണ്. +2ലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ ഹിന്ദി പ്രസംഗം, ഹിന്ദി എസ്സേ, പിന്നെ മൈം. ഹിന്ദി പ്രസംഗം 3 വർഷമാണ്, മൈം ആദ്യത്തെ വട്ടം, എസ്സേ 2ാമത്തെ വട്ടം. വേറെ എവിടെ ജനിക്കണ്ടായിരുന്നു? കേരളത്തിൽ തെറ്റി പോകുന്നതാണ് അല്ലെ? ഹിന്ദി ഇങ്ങനെ ഹിന്ദിയാണ് അല്ലേ? ഇഷ്ടഭാഷയാണോ അതോ മത്സരത്തിന് വേണ്ടിയാണോ? അല്ല, ചെറുപ്പം മുതലേ കാർട്ടൂൺ കണ്ടിട്ട് ഹിന്ദി പഠിച്ചാണ്. പിന്നെ കാർട്ടൂൺ കണ്ട് ഹിന്ദി പഠിച്ച ഒരാളാണ്. ബാക്കി പറഞ്ഞു. അത് ചെറുപ്പം മുതലേ കണ്ടുകൊണ്ട് പിന്നെ എൻ്റെ അച്ചാച്ചന് ഹിന്ദി അറിയാം, അപ്പൊ എനിക്ക് പറഞ്ഞു തരും. മീനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഞാൻ 10th എത്തിയപ്പോൾ ഫസ്റ്റ് ടൈം ആയപ്പോൾ എൻ്റെ സാറും ടീച്ചേഴ്സൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു എങ്ങനെ സ്പീച്ചും എസ്സേയും. കവിതയ്ക്കും ഞാൻ ഉണ്ടായിരുന്നു. കവിതയ്ക്ക് 2 വർഷം ഉണ്ടായിരുന്നു. ഹിന്ദി കവിതയ്ക്ക് ഉണ്ടായിരുന്നു. രചനാ മേഖലയിലാണ് രണ്ടുപേരും കൂടുതൽ ശ്രദ്ധ. അപ്പം കഥ വല്ലതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? കഥ ഒരു പുസ്തകത്തിൽ എൻ്റെ ഒരു കഥ അച്ചടിച്ച് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. കഥ എഴുതി പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ കഥാകാരൻ എന്ന് നമുക്ക് വിളിക്കാം അല്ലേ? ഒരു കൗമാര കഥാകാരൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. യെസ്. അപ്പോൾ എന്തായാലും തുടർന്ന് എഴുതുക, നന്നായിട്ട് വളരെ മനോഹരമായിട്ട് എഴുതുക. വായിക്കുന്നവരുടെ ഹൃദയത്തിൽ നന്മയും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ സുന്ദരമായിട്ട് എഴുതുക. തൃശ്ശൂരിനെ കുറിച്ച് എഴുതുക, തൃശ്ശൂരിലെ TCVയെ കുറിച്ച് എഴുതുക. അതെ, ഉറപ്പായിട്ടും. കലോത്സവത്തെ കുറിച്ച് എഴുതുക. ഇത്തരത്തിലുള്ള വ്യക്തിഗത ഇനങ്ങൾക്ക് അത്ര വിഷ്വൽ മീഡിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് TCV ന്യൂസ് ആണ്. തീർച്ചയായിട്ടും നല്ലൊരു കയ്യടി. രചനാ മേഖലയിലുള്ളവർക്ക് ഒരു അവസരം നൽകുന്നത് സത്യത്തിൽ TCV മാത്രമാണ്. നമ്മളങ്ങനെ അതായത് ഇവിടെ വിളിക്കുക മാത്രമല്ല, പരിചയപ്പെടുത്തുക മാത്രമല്ല, സ്നേഹാദരവും കൊടുക്കും. തീർച്ചയായിട്ടും. നമ്മൾ പലതവണ പറഞ്ഞതുപോലെ കലോത്സവത്തിൽ 25 വേദികളല്ല, 26ാമതൊരു വേദിയുണ്ട്. അതെല്ലാ പ്രതിഭകൾക്കും വരാനുള്ള ടീം TCVയുടെ വേദിയാണ്. ഇവർക്ക് 2 പേർക്കുള്ള സ്നേഹാദരമാണ് നമ്മൾ നൽകാൻ പോകുന്നത്. ഡോക്ടർ റാണി മേനോൻസ് മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ സമ്മാനിക്കുന്ന ഓരോ മെമന്റോ കൂടി നിങ്ങൾക്കുണ്ട്. TCVയുടേതായിട്ട് ഇത് സൂക്ഷിച്ചു വെക്കുക. പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ QR കോഡ് ഒന്ന് ഫോട്ടോ എടുത്തോ സ്കാൻ ചെയ്തോ കൊണ്ടുക്കോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഞങ്ങൾ BSS ഗുരുകുലം സ്കൂളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഓരോ വർഷവും ഞങ്ങൾക്കൊരു സന്ദേശം കലോത്സവം പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുണ്ടാവും. ഇത്തവണ ഞങ്ങൾ കൊടുക്കുന്ന സന്ദേശം ആനന്ദമാണ് കല, ആനന്ദമാണ് ജീവിതം, ആനന്ദമാണ് മതം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെയും മറ്റുള്ളവരുടെയും സന്തോഷമായിരിക്കണം നമ്മുടെ മതം, അതിന് സഹായിക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതം, അതിന് സഹായിക്കുന്നതായിരിക്കണം നമ്മുടെ കല. നല്ലൊരു മെസ്സേജാണ് ഇവർ നൽകിയിരിക്കുന്നത്. ഇത് പരിശീലിപ്പിച്ച് നിങ്ങളുടെ ഗുരുനാഥന്മാരെ കൂടി സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. താങ്ക് യു വെരി മച്ച് വന്നതിന് കേട്ടോ.